വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ ശാരദാമ്മയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് സത്യ വീണ്ടും പറയുകയാണ്, പപ്പിക്കുട്ടിയുടെ വീട്ടിൽ പോയാൽ എനിക്ക് സന്തോഷം തന്നെയാണ്. അവിടെ വല്യച്ഛനും പിന്നെ അച്ഛനും അച്ചമ്മയും അങ്കിളും ആൻറ്റിയും എല്ലാവരും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ എനിക്ക് വേണ്ട ഒന്നും മാത്രമില്ല, ഈ ശാരദാമ്മ മാത്രം ഇല്ല എന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മയുടെ ഇങ്ങനെ താടിയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. ഇത് പഴകി തുരുമ്പെടുത്തതൊന്നുമല്ല, എൻ്റെ പൊന്നാണ് ശാരദാമ്മ എന്നും പറഞ്ഞ് ചേർത്തങ്ങ് നിൽക്കുമ്പോൾ ശാരദാമ്മയ്ക്കും ശാലിനിക്കും ഇങ്ങനെ സന്തോഷമാവുകയാണ്. എന്നിട്ട് സത്യയെ കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശാരദാമ്മ. തുടർന്ന് ശാലിനി പറയുകയാണ്, ഇവിടെ ആർക്കും ഭക്ഷണം ഒന്നും വേണ്ടാന്ന് തോന്നുന്നു, ഞാനത് എടുത്തു വെക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു വേണ്ടാന്ന്, എനിക്ക് സത്യം മോൾക്കും വേണം അല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് അവർ 3 പേരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറയുന്നത് പോലെയൊക്കെ കേട്ടോളണം എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മയോട് സത്യങ്ങ് പറയുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പരിഹരിച്ചോളണം, ഞാൻ ഇടയ്ക്കൊന്നും വരില്ല, മധ്യസ്ഥതയ്ക്കൊന്നും വരില്ല എന്ന് പറയുമ്പോൾ നിന്നെ ആരാടി മധ്യസ്ഥതയ്ക്ക് വിളിച്ചതെന്നൊക്കെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം എന്നും ശാരദാമ്മയല്ലേ എനിക്ക് വാരി തരുന്നത്, ഇന്ന് ഞാൻ ശാരദാമ്മയ്ക്ക് വാരി തരാമെന്നും പറഞ്ഞ് അതായത് കഴിച്ചെന്നും പറഞ്ഞ് ചപ്പാത്തി ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് പിച്ച് ഇങ്ങനെ ശാരദാമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്, കണ്ണൊക്കെ നിറയുകയാണ്. അന്നേരം എന്തിനാ കരയണേ, ഇവിടെ ആരും കരയണ്ട, ഞാൻ പറഞ്ഞ് അങ്ങോട്ട് കേട്ടോണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശരി മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടികളനുസരിച്ച് തലയാട്ടുന്ന പോലെ ശാരദാമ്മ തല ഉലുക്കുകയാണ്. അതൊക്കെ കണ്ട് ശാലിനിക്ക് സന്തോഷമാവുകയാണ്. അന്നേരം ഞാൻ പിണങ്ങും കേട്ടോ മോളെ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അമ്മ പിണങ്ങിക്കോ, എനിക്ക് ശാരദാമ്മ മതി എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനും കഴിക്കണം, കഴിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേക്കാവൂ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ സത്യവാരി കൊടുക്കുന്നുണ്ട്. അത് ശാരദാമ്മയങ്ങ് കഴിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി സുസ്മിതയാണെങ്കിൽ ആ കിഡ്നാപ്പിംഗ് നാടകമൊക്കെ അത് നടക്കാത്തതിൽ അങ്ങ് ആകെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുകയാണ്. നേരം ചിറ്റപ്പനെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്തിൻ്റെ കേടാണ്, നിനക്കൊരു മേയറാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലേ, കോടതിയും പോലീസും നിനക്ക് പുത്തരിയല്ലേ, ഇത്തിരി പോലും ഇല്ലാത്തൊരു കൊച്ചിനെ വെച്ചാണ് അവളുടെ ഒരു കിഡ്നാപ്പിംഗ് നാടകം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത പാടെ സുസ്മിത എങ്ങ് വഴക്ക് പറയുകയാണ്. നിനക്ക് ജയിലിലെ ചപ്പാത്തിയും ചിക്കനും ഒക്കെ പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞ് നീ ഒരു മേയറാണെന്ന് ആലോചിക്കണം, പത്രക്കാരും ചാനലുകാരും എല്ലാവരും കൂടി നിന്നെ പഞ്ഞി കിട്ടേണേ, ആ പോൾസൺ എന്തെങ്കിലും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ്. അന്നേരം അവൻ ആരുടെയും പ്രേരണ ഇല്ലാതെ സ്വയമായിട്ട് ചെയ്തതാണ് എന്ന് സമ്മതിച്ചത് കൊണ്ട് ആ ഫയൽ ഞാൻ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ താങ്ക്സ് ചിറ്റപ്പ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇനി നീ ഇങ്ങനെ ഇതുപോലെ എടുത്തു ചാടി ഓരോന്ന് തീരുമാനിക്കരുത്, ഞാൻ കൂടെ ഉണ്ടാവില്ല, നിൻ്റെ അച്ഛനും അമ്മയും നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് നിൻ്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാണല്ലോ, ഞാനും കൂടി കുടുങ്ങും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ്, ആ ശാലിനി കളക്ടറായിട്ട് വന്നതിന് ശേഷം അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു നീക്കം വേണ്ടെന്നാണോ, ഇനി വെറുതെ ഇരിക്കും ചുമ്മാതെ ഒരു ഇടവേള വേണമെന്നാണോ ചിറ്റപ്പൻ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നിന്നോട് ആരാണ് പറഞ്ഞത്, കളി തുടങ്ങുമ്പോൾ പിന്നെ നല്ല മണ്ടയ്ക്ക് നോക്കി തന്നെ അടിക്കണം, അല്ലാതെ ഇത്തിരി പൂലമില്ലാത്ത കൊച്ചുങ്ങളെ വെച്ചല്ല കളിക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് എന്താണ് ചിറ്റപ്പൻ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണ്. അന്നേരം നീ ഒരു മേയറായിട്ട് ചിന്തിക്കുക, അല്ലാതെ സർലൈഡൻ രാജശേഖരൻ്റെയും മകളായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഒത്തിരി ബുദ്ധിയൊക്കെ പ്രയോഗിക്കേടി പോത്തേ എന്നൊക്കെ വിളിച്ചാണ് ഈ പിന്നെ ചന്ദ്രബോസ് അങ്ങോട്ട് സംസാരിക്കുന്നത്. സുസ്മിതയെ വഴക്ക് തന്നെയാണ് മൊത്തം പറയുന്നത് ആ സംസാരത്തിൽ. അന്നേരം ചിറ്റപ്പനൊന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് തെളിച്ച് പറയുക എന്ന് പറയുമ്പോൾ പിന്നെ തൻ്റെ ആ ഐഡിയ ചന്ദ്രബോസ് സുസ്മിതയോട് പറയുകയാണ്. അതെന്താണെന്ന് അവിടെ കാണിക്കുന്നില്ല. അന്നേരം നാളെ നേരം വിളിക്കുമ്പോൾ സത്യഭാമയുടെ കൊട്ടാരം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീഴണം, പോലെ തന്നെ അവർക്ക് അടി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും നല്ലൊരു തുറുപ്പ് ചീട്ട് ചിറ്റപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടാണോ പറയാതിരുന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. താങ്ക്സ് ചിറ്റപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സത്യഭാമയുടെ വീടാണ്. അവിടെ രാഘവൻ നായരും ഭാമയും ഒക്കെ ഹാളിലുണ്ട്. രോഹിത് ആണെങ്കിൽ അവരുടെ ഹോട്ടലിൻ്റെ പുതിയ നവീകരണത്തിൻ്റെ എന്തൊക്കെ ചേഞ്ചൊക്കെ വരുത്തുന്നു, അതിനെക്കുറിച്ചുള്ള പ്ലാനും കാര്യങ്ങളും ഒക്കെ സത്യഭാമയെ കാണിക്കുകയാണ്. ഇവിടെ ഗാർഡൻ വരും, അവിടെ ഒരു ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മെച്ചപ്പെടുത്താമോ അതിൻ്റെ പ്ലാനൊക്കെ കാണിക്കുകയാണ്. അന്നേരം എൻ്റെ ഒരു ഐഡിയാസൊക്കെ ഞാൻ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ ഭാമയോട് ഇങ്ങനെ രോഹിത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്, ആർക്കിടെക്ട് നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രഘവേട്ട ഇതൊന്ന് നോക്കുമെന്ന് പറയുമ്പോൾ രോഹിത് ആ പ്ലാനൊക്കെ കൊണ്ടുവന്ന് രാഘവൻ നായരെ കാണിക്കുകയാണ്. അന്നേരം കൊള്ളാം, സ്ഥലങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, കൊള്ളാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു മോളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. വിഷ്ണു ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. അന്നേരം നീ പുതിയ പ്ലാൻ കണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഞാൻ സൂചിപ്പിച്ചായിരുന്നു, പക്ഷേ ബ്രോ അത്ര വലിയ താല്പര്യം കാണിച്ചില്ല എന്ന് രോഹിത് പറയുകയാണ്. അന്നേരം നീ അതൊന്ന് വാങ്ങിച്ച് നോക്കെന്ന് പറയുമ്പോൾ വിഷ്ണു മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം വിഷ്ണു
നിൻ്റെ വിഷ്ണുലോകം ഹോട്ടലിൻ്റെ നവീകരണത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണത്, അത് അനുസരിച്ചാണ് ഈ ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകുന്നത്, നോക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ നോക്കാനായിട്ട് രോഹിത്തില്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് തല കുനിച്ചങ്ങ് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. അത് കാണുമ്പോൾ രാഘവൻ നായർക്കും ഭാമയ്ക്കും രോഹിത്തിനും ഒക്കെ വിഷമമാകുന്നുണ്ട്. പക്ഷെ അത് മറയ്ക്കാൻ എന്നോണം രോഹിത്ത് പറയുകയാണ്, എങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് ചെല്ലട്ടെ, ബാക്കി പണികളൊക്കെ ഞാൻ ചെന്നാലേ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, അവൻ മിടുക്കനാണ്, അവൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ബിസിനസ്സൊക്കെ മെച്ചപ്പെട്ടത്, എന്തെല്ലാം ബ്രാഞ്ചുകളാണ് തുടങ്ങിയത്, എല്ലാം നന്നായി പോകുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ കിച്ചണിലേക്കാണ് പോയത്. വിഷ്ണു ആണെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായിട്ട് പിന്നെ കസേരയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. സത്യഭാമയുടെ പിറകിലായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നേരം സത്യഭാമ ആദ്യം അത് കാണുന്നില്ല, പിന്നീട് ശ്രദ്ധിക്കുന്നുണ്ട്, വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, അങ്ങനെ വേണം ആമ്പിള്ളരായാലും, നല്ല മിടുക്കോടും ചുണയോടും കൂടി തന്നെ നടക്കണം, അല്ലാതെ ഏതെങ്കിലും പെൺകുട്ടിയുടെ പേരും പറഞ്ഞിങ്ങനെ നിരാശാ കാമുകന്മാരുടെ പട്ടം ചമഞ്ഞിരിക്കുകയല്ല വേണ്ടതെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ വിഷ്ണു പെട്ടെന്ന് അങ്ങ് മാറ്റുന്നുണ്ട്. വിഷ്ണുവിന് ആകെ എങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്നും പറയുന്നുണ്ട്, ഭാമ എന്തിനാ വെറുതെ എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല ഞാൻ പറയും രാഘവേട്ട, എനിക്കറിയണം ഇവിടെ ആരാണ് ചത്തതെന്ന്, ചത്തെങ്കിൽ ദുഃഖചരണത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ, 6 വർഷമായി ഇവനൊന്ന് ചിരിച്ച് കണ്ടിട്ട് എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെ ഒന്ന് വെറുതെ വിടമ്മേന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അങ്ങനെ വിടാനായിട്ട് നിന്നെ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എന്തോ മഹാപാതകം ചെയ്തയാണല്ലോ നിന്റെ പെരുമാറ്റം, ഇനിയിപ്പോൾ ഏത് നേരവും ശാലിനിയെന്നും പറഞ്ഞങ്ങ് ഇരുന്നാൽ മതി, ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരു കൂട്ടില്ലാത്തതാണ് നിന്റെ പ്രശ്നമെങ്കിൽ അതിന് ഒരു കല്യാണം കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ഞാൻ എന്താ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചായയുമായിട്ട് ഇങ്ങനെ സത്യഭാമയുടെ മുന്നിലേക്ക് വരികയാണ്. അമ്മയാണ് ചെയ്ത പാതകം മുഴുവൻ അമ്മയാണ് ചെയ്തത്, ഇനി എന്താ വേണ്ടതെന്നോ, ഇനി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് അമ്മയ്ക്കില്ല, എല്ലാ ക്രൂരതകളും അമ്മ തന്നെയാണ് എന്നോട് കാണിച്ചത്. പിന്നെ അമ്മ ചോദിച്ചല്ലോ ആരാണ് മരിച്ചതെന്ന്, ഇവിടെ ഒരുപാട് പേര് മരിച്ചു, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം നശിച്ചു, എനിക്ക് നല്ലതായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം നശിച്ചു, എല്ലാം മരവിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ, എങ്കിലേ അതങ്ങ് കണക്കായിപ്പോയി, ശാലിനി നിൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ പോയതിന് കാരണം ഞാനാണെങ്കിൽ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കൂടി ഒരു കുഴി വെട്ടി നീ അതിലങ്ങ് മൂടിയേര്, അതിൻ്റെ മുകളിലൊരു റോസാ ചെടി വെച്ചിട്ട് അതിൽ വിരിയുന്ന പൂക്കൾ കണ്ട് ഞാനങ്ങ് സന്തോഷിച്ചോളാം എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി വിഷ്ണുവിനോട് പറയുകയാണ്. അന്നേരം വിഷ്ണു ആകെ അങ്ങ് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഭാമ എന്തായതെന്ന് ചോദിക്കുമ്പോൾ, അല്ലാതെ പിന്നെ ഞാൻ എന്താണ് പറയുക വിഷ്ണുവേട്ട, ഇവൻ ഇങ്ങനെ ഒരു ചിരിച്ച് കണ്ടിട്ട് ഇവൻ്റെ മുഖം പ്രസന്നം, ഒരു പാട്ട് കേൾക്കേണ്ട, ഒരു സിനിമ കാണേണ്ട, അവനൊരു സന്തോഷമില്ല, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ ദേഷ്യത്തോടു കൂടി അങ്ങ് റൂമിനകത്തേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അന്നേരം എടാ മോനെ എന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോൾ വിഷ്ണു ഭാമയോടുള്ള ദേഷ്യം തന്നെയാണ്, ദേഷ്യത്തോടു കൂടി ആ ഗ്ലാസ് അങ്ങ് തറയിലേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിക്കുകയാണ്. അതിനുശേഷം രാഘവൻ നായർ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ മുണ്ട് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കര ഇങ്ങനെ മുകളിലേക്ക് എടുത്തിട്ട് അതിങ്ങനെ അങ്ങ് കുടഞ്ഞിട്ട് വിഷ്ണു അങ്ങ് നേരെ അങ്ങ് മുകളിലേക്ക് ദേഷ്യത്തോടു കൂടി അങ്ങ് കയറി പോവുകയാണ്. പിന്നീട് റൂമിൽ ചെന്നിരിക്കുന്ന വിഷ്ണു ആകെ ദേഷ്യത്തിലാണ്. നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ശാലിനി പോയതുകൂടി പോയെങ്കിൽ കുഴി വെട്ടി അത് മൂടിക്കോ, ഈ ശാലിനി ഏത് നേരവും ഒരു ശാലിനി, ആ പേര് പോലും ഈ വീട്ടിൽ മിണ്ടിപ്പോകരുതെന്നൊക്കെ ഭാമ പറഞ്ഞത് ഓർത്തോർത്ത് വിഷ്ണു ആകെ അങ്ങ് അരിശം കൊണ്ടിരിക്കുകയാണ് ആ റൂമിൽ തന്നെ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരൻ വരികയാണ്. രാജു എന്നാണ് പേര്. അന്നേരം പിള്ളയോട് ആദ്യം കാണുമ്പോൾ കുറേ റോഡിൻ്റെ കാര്യങ്ങളും റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും കോർപ്പറേഷൻ ചെയ്യാത്തതിനെക്കുറിച്ചും ഒക്കെ കുറേയൊക്കെ, അതൊരു കോമഡി സീനാണ്, അതൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അകത്തേക്ക് കയറുമ്പോൾ രാഘവൻ നായർ ഇരിക്കാനൊക്കെ പറയുകയാണ്. അന്നേരം എന്തൊക്കെ വിശേഷങ്ങളും ചോദിക്കുമ്പോൾ ഇവിടുത്തെ റെക്കമെൻഡേഷൻ കൊണ്ടാണല്ലോ എനിക്ക് ജോലി കിട്ടിയത്, അതിൻ്റെ ഒരു നന്ദിയുണ്ട്, പിന്നെ ഇങ്ങോട്ട് വരാനൊരു വിശേഷം ഉണ്ടായി, സത്യാമ്മയെ കൂടി വിളിക്കുമെന്ന് പറയുകയാണ്. വിഷ്ണു അവിടെ ഇരിപ്പുണ്ട്. തുടർന്ന് സത്യഭാമയും വരികയാണ്. തുടർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം പൊന്നിയോട് ചായ കൊണ്ടുവരാനൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പുതിയ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യേറിയ ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനൊരു സർവേയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അനുസരിച്ച് സർവേയൊക്കെ നടത്തി കയ്യേറ്റ ഭൂമിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫയലിൻ്റെ മേശപ്പുറത്തുണ്ട്, അതിനെ കണ്ടുകെട്ടാനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ, അതിനെന്താ സർക്കാരിൻ്റെ കാര്യങ്ങളല്ലേ, കണ്ടുകെട്ടിക്കോട്ടെ, സർക്കാരിൻ്റെ ഭൂമി അങ്ങനെ കൈവശം വയ്ക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ രാഘവൻ നായർ സമ്മതിക്കുമ്പോൾ, അവിടെയാണ് പ്രശ്നം. നമ്മുടെ വിഷ്ണുവിൻ്റെ ഹോട്ടലിൽ നിൽക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് പറയുമ്പോൾ സത്യഭാമയും വിഷ്ണു രാഘവൻ നായരും ഒക്കെ അന്തം വിടുകയാണ്. അതെങ്ങനെ ശരിയാവും, ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് മുന്നാധാരവും എല്ലാം നോക്കിയിട്ടല്ലേ വാങ്ങിച്ചത്, പിന്നെ കോർപ്പറേഷൻ്റെ അനുവാദത്തോടു കൂടിയല്ലേ കെട്ടിടം നിർമ്മിച്ചത് എന്നൊക്കെ വിഷ്ണു സത്യഭാമയും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പോഴത്തെ സർക്കാരല്ലേ, ഉദ്യോഗസ്ഥരൊക്കെ വിചാരിച്ചാൽ ആടിനെ പട്ടിയാക്കാനായിട്ട് സാധിക്കുമല്ലോ, നമ്മുടെ ഹോട്ടലിൻ്റെ അപ്പുറത്ത് ഒരു 40 സെൻറ്റ്
ചതുപ്പ് നിലം ഉണ്ടല്ലോ, അത് സർക്കാർ ഭൂമിയാണ്, അത് അവർ വിട്ടു. പകരം ഇത് സർക്കാർ ഭൂമിയായിട്ട് എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ്. സർവേ നമ്പരൊക്കെ മാറ്റിയാൽ മതിയല്ലോ, അതൊക്കെ അവർ വിചാരിച്ചാൽ നടക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ എപ്പിസോഡ്. അപ്പോൾ ഇനിയിപ്പോൾ വിഷ്ണു ആണെങ്കിൽ കളക്ടറേറ്റിൽ പോയി പിന്നെ ചതുപ്പ് അല്ല ഈ ഭൂമി പിന്നെ വിഷ്ണുവിൻ്റേതാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ കളക്ടറേറ്റിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ അതിന് വാങ്ങിക്കാനായിട്ട് വിഷ്ണു ശാലിനിയെ കാണാൻ പോകും. അങ്ങനെയുള്ള എപ്പിസോഡുകളും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അന്നേരവും വിഷ്ണു ശാലിനിയെ കാണുന്നില്ല, പക്ഷേ വിഷ്ണുവിന് വേണ്ടതെല്ലാം ശാലിനി അവിടെ ചെയ്തു കൊടുക്കും. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്